ഇത് യു കെയിൽ നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൽ നമ്മൾ ചില വേർഡുകൾ യു കെയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകൾ യൂസ് ചെയ്തിരുന്നു. അത് മാത്രം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷിൽ അത് യു കെയിൽ നടക്കുന്ന നടക്കുന്ന സിനിമ ആയതുകൊണ്ട് ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ട്. അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ അത് അഡൽസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ശരി ഓക്കെ മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേരള സ്റ്റോറി പോലെ അതായത് സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല സിനിമകളും ഇവിടെ സെൻസർ ബോർഡിന്റെ നൂലമാലകളൊന്നും ഇല്ലാതെ ഇറങ്ങുന്നു. അതേസമയം കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന പല സിനിമകളുടെയും ചെറിയൊരു നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കിന്റെ പേരിലാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അപ്പൊ ഇതൊരു ന്യായമായ രീതിയിലാണോ സെൻസർ ബോർഡ്? ഓരോ സെൻസറിങ് നടക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഓരോ ആൾക്കാരാണ്. അവരുടെ മൈൻഡ് സെറ്റ് ആണത്. അവരന്ന് ആ സിനിമ കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു അതാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല. പക്ഷെ ജനറലി നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതിനകത്ത് പ്രോബ്ലം ആണെങ്കിൽ അവരത് പറയും. ചിലതൊക്കെ ചിലർ അങ്ങനെ പറയാറുണ്ട്. അത് നമുക്ക് അവരെടുത്ത് ആർഗ്യൂ ചെയ്ത് സംസാരിക്കാൻ പറ്റും. ആർഗ്യൂ അല്ല, നമുക്ക് അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറെ പറഞ്ഞ് നോക്കി, പക്ഷെ അവർ പറയുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇത് അഡൽട്സ് ഓൺലി ആവും എന്ന് പറയുന്നു. പക്ഷെ ഓക്കെ UA+16 ആണ്, ഇത് എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണെന്നും പറഞ്ഞു. സിനിമകളൊക്കെ ഹിറ്റാണ് കിട്ടി കഴിഞ്ഞാലും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ അത് അതിനകത്തോട്ട് അങ്ങ് പോയില്ലെന്നേ ഉള്ളൂ. അഡൽസ് വേണ്ട, +16 എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കാണാമല്ലോ, എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് വിചാരിച്ചു. സിനിമകളിലേക്ക് വന്ന ഒരു സാഹചര്യം നമ്മള് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും ഇങ്ങനെ മനസ്സിലാലോചിക്കും. അപ്പൊ ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിൽ കാണുന്ന, ഞാൻ കണ്ട ഒരു ആക്ടറാണ് ഹേമന്ത്. ഗീതികയുടെ ഒരു ലുക്കാണ്. ബിക്കോസ് കുറച്ചും കൂടിയും ഒരു ഇംഗ്ലീഷ് മൂവിക്കൊക്കെ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് മൂവി അല്ല, ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ 1-2 പേരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അവർ ഡേറ്റും ഒക്കെ 6 മാസം കഴിഞ്ഞൊക്കെ കിട്ടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അന്ന് മാറി. പിന്നെ നമ്മള് കൂടുതൽ ഈ സിനിമ UK അത് വിഷ്വലി നന്നാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. അതിൽ ആക്ട് ചെയ്യുന്നവർ ഓഫ് കോഴ്സ് നല്ല പെർഫോമേഴ്സ് ആയിരിക്കണം. ഗീതികയുടെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ റീസെന്റ് അഭിനയിച്ച സന്താനത്തിന്റെ കൂടെ DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പിന്നെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ പലരെയും കാണുന്നു, പലരെയും നമ്മൾ ഇവര് ശരിയായിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നവരെ നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെയാണ് ആ രീതിയിലോട്ട് വന്നത്. നല്ലൊരു വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ കാണാം, ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ മുഖമാണ്. Jidya, can you please explain how was working with Shankar sir? It was good. Hello everyone, first of all. And it was really good and amazing experience because this is my very first Malayalam film. I was very new for this language and for this audience. So I was of course nervous. Shall I start again? So it was very new for me, and when I got approached for this film, I was like, I couldn't say any words that time because it was like a female-oriented film, and I was like, any girl would say, yes for it because it's like lifetime opportunity you will get. And about the script, I was really thrilled when I heard this, and I couldn't get better than this opportunity in Malayalam because of Shankar sir, of course, and he's really great director. He's very sincere and he's very supportive for me because we had shoot here and even in London, and different weather, different